രസകരമായ കുറച്ച് ഫുഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചോക്ലേറ്റ്. ഡയറി മിൽക്ക് ചോക്ലേറ്റിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു ഡയറി മിൽക്ക് മുഴുവൻ അകത്താക്കിയാൽ തന്നെ നമ്മുടെ പകുതി വിശപ്പെങ്കിലും മാറിക്കിട്ടും. അപ്പോൾ ഈ ഡയറി മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കോക്കോ പഴങ്ങൾ ഒരുപാട് ശേഖരിച്ച് വെച്ച് അതെല്ലാം വെയിലത്ത് ഉണക്കാനിടും. ഇങ്ങനെ ഉണക്കിയെടുത്ത കോക്കോ പഴങ്ങൾ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും. അവിടെ വലിയ യന്ത്രങ്ങളുടെ സഹായം മൂലം കോക്കോ പഴങ്ങളെല്ലാം അരച്ച് പൊടിയാക്കപ്പെടും. എന്നിട്ട് ഈ കോക്കോ പൗഡറിലേക്ക് പഞ്ചസാര, പാല്, ശർക്കര ഇവയെല്ലാമാണ് പ്രധാന ചേരുവകൾ. ഇവയെല്ലാം ഒരു വലിയ മിക്സറിലേക്ക് ഇട്ടതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് ചൂടാക്കപ്പെടുന്നു. അങ്ങനെ നല്ല രീതിയിൽ പതപ്പിച്ച് വന്നതും ഈ ചോക്ലേറ്റ് കൂള് അച്ചുകളിലേക്ക് പാരും. അച്ചുകളിൽ പാർന്ന ചോക്ലേറ്റ് ഉറപ്പായതും അത് കൺവെയർ ബെൽറ്റുമായി പാക്കിംഗ് ഘട്ടത്തിലേക്ക് പോകും. ഡയറി മിൽക്ക് റാപ്പറിൽ പാക്ക് ചെയ്ത ചോക്ലേറ്റ് ട്രക്കുകളുടെ സഹായം മൂലം വിൽപ്പനയ്ക്ക് അയക്കപ്പെടും. ചുവിംഗം. പല വർഷങ്ങൾക്ക് മുമ്പ് ചുവിംഗം പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ കാലത്ത് പ്ലാസ്റ്റിക്കും റബ്ബറും ചേർന്നുണ്ടാക്കുന്ന സിന്തറ്റിക് ഗം ബേസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന്റെ പ്രധാനമായ ഘടകമാണ് ഗം ബേസ് ഉണ്ടാക്കുക എന്നത്. ഇതിലേക്ക് കളർ സിറപ്പ് ചേർത്ത് ഇതിന്റെ നിറം മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്ലൂക്കോസ് സിറപ്പും മറ്റുള്ള പ്രധാനമായ ഘടകങ്ങളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യപ്പെടുന്നു. മിക്സ് ചെയ്ത ചുവിംഗം നീളമായ കൺവെയർ ബെൽറ്റിലൂടെ അവൺ മണ്ണിലേക്ക് എത്തിച്ചേരുന്നു. അവണില് ഒന്ന് ചൂടാക്കിയെടുത്ത് ഒന്ന് കൂളാക്കിയതിനു ശേഷം പീസായി മുറിച്ച് റാപ്പറിൽ ചുറ്റി വിൽപ്പനയ്ക്ക് അയക്കപ്പെടുന്നു. ഇപ്പി. മാഗി പോലെ തന്നെയാണ് ഇപ്പിയും. ഈ ഇപ്പി തയ്യാറാക്കുന്നതിന് 4 ഘട്ടങ്ങളുണ്ട്. മുതൽ ഘട്ടത്തിൽ ഇപ്പി തയ്യാറാക്കാൻ വേണ്ട ഗോതമ്പ് മാവും മൈദ മാവും മറ്റു മസാലകൾക്ക് വേണ്ട കായ്കറികളും രഹസ്യമായ ചില ഇൻഗ്രീഡിയൻസും ശേഖരിക്കപ്പെടുന്നു. അടുത്തത് രണ്ടാമത്തെ ഘട്ടത്തിലെ ആ മിക്സിംഗില് ഗോതമ്പ് മാവും മൈദാമാവും ശുദ്ധമായ ജലം ചേർത്ത് ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. മിക്സ് ചെയ്ത മാവ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതാണ് കുക്കിംഗ്. ഇവിടെ വലിയ ഷീറ്റുകൾ നിർമ്മിച്ചെടുത്ത് ആ ഷീറ്റുകൾ പിന്നീട് മെഷീന്റെ സഹായം മൂലം നൂല് പോലെയുള്ള നൂഡിൽസ് ആക്കി മാറ്റുന്നു. സിറ്റർ എന്ന മെഷീനിലൂടെ കടന്നു പോകുമ്പോഴാണ് നൂഡിൽസിന് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇതേ സമയത്ത് മസാല ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഡ്രൈ വെജിറ്റബിൾസ് ചേർത്ത് പാക്കിംഗ് റെഡിയാക്കപ്പെടുന്നു. നാലാമത്തെ ഘട്ടമായ പാക്കിംഗില് ചൂടാറി ഇറങ്ങിയ നിലയിലിരിക്കുന്ന ഇപ്പി നൂഡിൽസും അതിനുള്ള മസാല പാക്കറ്റും ചേർത്ത് പാക്ക് ചെയ്യപ്പെടുന്നു. പാക്ക് ചെയ്ത ഇപ്പി നൂഡിൽസ് ട്രക്കുകളിൽ കയറ്റി വിൽപ്പനയ്ക്ക് അയക്കപ്പെടുന്നു. ഫോർക്ക്. നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അടുത്തതായി അത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഫോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫോർക്ക് ഉണ്ടാക്കാൻ വലിയ സ്റ്റീലുകൾ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ മെഷീന്റെ സഹായം മൂലം പീസായി മുറിക്കപ്പെടുന്നു. ശേഷം കട്ട് ചെയ്ത പീസുകൾ ഫോർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായ അളവിൽ മുറിക്കപ്പെടുന്നു. മുറിച്ചെടുത്ത ഭാഗങ്ങൾ പ്രസ് മൂലം ചെറുതായി വളച്ചെടുക്കുന്നു. അതേപോലെ മറ്റൊരു പ്രസ്സിംഗ് മെഷീൻ മൂലം കയ്യിൽ പിടിക്കാനുള്ള അളവിൽ റെഡിയാക്കപ്പെടുന്നു. ശേഷം മറ്റൊരു കട്ടിംഗ് പ്രസ് മൂലം അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കപ്പെടുന്നു. അടുത്തതായി മറ്റൊരു കട്ടിംഗ് പ്രസിന്റെ സഹായം മൂലം പർക്കിൾ പോലെയുള്ള രൂപത്തിൽ വെട്ടിയെടുക്കപ്പെടുന്നു. ശേഷം തയ്യാറായ ഫോർക്ക് പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് അയക്കപ്പെടുന്നു. പൈനാപ്പിൾ ജ്യൂസ്. വളരെ സ്വാദുള്ള പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ ആദ്യം പൈനാപ്പിൾ പഴങ്ങൾ അതിന്റെ കൃഷിസ്ഥലങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് ട്രക്കുകൾ മൂലം ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നു. ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന പൈനാപ്പിൾ പഴങ്ങൾ നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഒരു ക്രഷർ മെഷീന്റെ ഉള്ളിലൂടെ അയക്കപ്പെടുന്നു. ആ മെഷീൻ പൈനാപ്പിൾ പഴങ്ങളുടെ തോൽ നീക്കം ചെയ്ത് നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിന്റെ നീര് മാത്രം എടുക്കപ്പെടുന്നു. പൈനാപ്പിളിന്റെ തോലും വേസ്റ്റും അത് വേറെ രീതിയിൽ എടുക്കുന്നു. ശേഷം ചില ഘടകങ്ങൾ ചേർത്ത് പാക്കിംഗ് അയക്കപ്പെടുന്നു. പാക്കിങ്ങിൽ ഇവ ബോട്ടിലുകളിൽ നിറച്ച് ട്രക്കുകളുടെ സഹായം മൂലം വിൽപ്പനയ്ക്ക് അയക്കപ്പെടുന്നു. എങ്ങനെയുണ്ട് ഈ മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി. പറഞ്ഞാലും